അസുഖബാധിതയായ വയോധികയെ മക്കൾ ഉപേക്ഷിച്ചതായി പരാതി. വടക്കാഞ്ചേരി കൊടുമ്പിൽ താമസിക്കുന്ന 68 വയസ്സുള്ള കാളിയെ മക്കൾ ഉപേക്ഷിക്കുകയായിരുന്നു. കട്ടലിൽ മലവിസർജനം നടത്തിയെന്ന് പറഞ്ഞാണ് മകൾ രജനി കാളിയെ മർദ്ദിക്കുകയും ചെയ്തത്. ഭക്ഷണം കിട്ടാതെ ഇവർ റോഡിലേക്ക് നിരങ്ങി ഇഴഞ്ഞു വന്നപ്പോഴാണ് നാട്ടുകാർ വിവരമറിയുന്നത്. രജനിയെ കൂടാതെ രാജൻ എന്ന മകനും കാളിക്കുണ്ട്. കുട്ടിയെല്ലാവരും അവിടുന്ന് പോയി, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അങ്ങനെ പെട്ടെന്ന് എനിക്കപ്പോൾ താഴ്ത്തു വീണിട്ട് നോക്കുമ്പോൾ അവള് വരണ നേരത്ത് ഞാൻ അകത്ത് ലേശം അപ്പിട്ടു. അതിന് വേണ്ടിയിട്ട് അവള് ദേഷ്യപ്പെട്ടു. ഒറ്റ 4 ചവിട്ട്, ഒരു പെടേ വയ്യാത്ത കണ്ണുമ്പിൽ എനിക്കാരുമില്ലണ്ടായില്ലോ. ദൈവേ, ഞാൻ എന്താ ചെയ്യുക? ഇന്നൊന്ന് ആശുപത്രിക്ക് എത്തിച്ച് എൻ്റെ തല ഒന്ന് പൊന്തി കിട്ടു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുകയാണ് തൃശ്ശൂരിൽ നിന്നും. സൂരജ്, ഈ മക്കൾ ഇത്രയധികം ഉപദ്രവിക്കാനും മാത്രം ഈ അമ്മ എന്താണ് ചെയ്തത്? തീരെ വയ്യാത്ത ഒരവസ്ഥയിലാണ് അവർ ഉള്ളത്. എന്നിട്ടും അമ്മയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ എന്തുകൊണ്ട് മക്കൾ തയ്യാറാകുന്നില്ല? പ്രവിധ, നിലവിൽ ഈ അവശ നിലയിലുള്ള മാതാവിനെ നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ഈ ആരോഗ്യനില അല്പം മോശമായതുകൊണ്ട് തന്നെ അവരെ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അവർക്ക് വേണ്ട പരിചരണമെല്ലാം നൽകി വരികയാണ് എന്നുള്ളതാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വൃദ്ധമാതാവിനെ ഇത്തരത്തിൽ ഈ വീടിന് സമീപത്തെ ഒരു കൈവരയിൽ, പുറത്ത് റോഡിനോട് ചേർന്നുള്ള കൈവരയിൽ അവശ നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് ഇവരുടെ 2 മക്കളെയും, ഒരു മകളും മകനുമാണുള്ളത്, അവരെ 2 പേരെയും ബന്ധപ്പെട്ട് ഈ അമ്മയെ ഏറ്റെടുക്കണമെന്ന് ഈ നാട്ടുകാരടക്കം ആവശ്യപ്പെട്ടെങ്കിലും ഇവർ അതിന് തയ്യാറായിരുന്നില്ല. പിന്നീട് ഈ വൃദ്ധമാതാവിനെ റോഡരികിൽ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം വാർഡ് മെമ്പർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. പോലീസ് എത്തി ആണ് ഇപ്പോൾ ഈ അമ്മയെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. 2 മക്കളുമായി ഇതിനോടകം തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അമ്മയുടെ പരിചരണം തങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന ഉറപ്പാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. എന്നാൽ പോലും അമ്മ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ചികിത്സയ്ക്ക് ശേഷം അമ്മയെയും മക്കളെയും അടക്കം നേരിട്ട് കണ്ട് സംസാരിച്ച് ഈ അമ്മയുടെ സുരക്ഷിതത്വം അടക്കം ഉറപ്പാക്കും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അവർ കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഈ അമ്മയുടെ പരിചരണം മക്കൾ ഏറ്റെടുക്കാം എന്ന് ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. എങ്കിൽ കൂടി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ അമ്മയെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അസുഖബാധിതയാണ്, അതുകൊണ്ട് തന്നെ തുടർ പരിചരണം വേണം എന്നുള്ളതാണ് ആശുപത്രി അധികൃതരും അറിയിച്ചിട്ടുള്ളത്. പ്രവിധ.